Hello friends, welcome to the channel. അപ്പോൾ നിങ്ങളോട് തമ്മിലും കണ്ട പോലെ തന്നെ നമുക്ക് ആക്ച്വലി സാംസങ്ങിന്റെ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എൻ്റെ ഓൾറെഡി ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്സുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു അഡീഷണൽ കാർഡായിട്ടാണ് കിട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക പ്രൂഫ് അപ്ലോഡിങ്ങോ ഒന്നും ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. KYC പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡയറക്റ്റ് അപ്രൂവ് ആയിരുന്നു. അപ്പം തന്നെ അപ്രൂവ് ആയിരുന്നു. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അപ്പം തന്നെ അപ്രൂവ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ആക്സിസിന്റെ നിയോ കാർഡ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ LIC കാർഡും ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് കാർഡ് ഉണ്ടെന്നൊക്കെ ഞാൻ ക്ലോസ് ചെയ്തു. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ അൺബോക്സിംഗ് സംഭവമൊക്കെ കണ്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ കാർഡ് പിന്നെ കുറേ നമ്മൾ വീഡിയോ പർപ്പസിന് എടുക്കുന്നത് കൊണ്ട് തന്നെ കുറേ കാർഡുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആനുവൽ ഫീസ് വരുന്നതിനൊക്കെ ആനുവലി നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 55 ആക്റ്റീവ് ക്രെഡിറ്റ് കാർഡ്സുകളുണ്ട്. നമ്മളിപ്പോൾ റീസെന്റ് ഞാൻ ഉപയോഗിക്കുന്ന കാർഡുകളുടെ വീഡിയോ 2-3 ദിവസം മുമ്പ് ഇട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കണ്ടു നോക്കട്ടെ. നമ്മൾ അതിൽ ലെഫർ ലിങ്കോ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ GHH പോലെ കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മൾ ന്യൂസുകളാണ് ചെയ്യുന്നത്, ടെക്നിക്കൽ, ഫൈനാൻഷ്യൽ, മൂവി, അങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് സംഭവം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ, മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ സംഭവങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയായിരിക്കും ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാംസങ് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് 2 എണ്ണം ഇറക്കിയിട്ടുണ്ട് ഓൾറെഡി. ഒരെണ്ണം സിഗ്നേച്ചർ കാർഡും ഒരെണ്ണം ഇൻഫിനിറ്റ് കാർഡുമാണ്. അപ്പോൾ 2 കാറ്റഗറിയിൽ വരുന്നതാണ്. സിഗ്നേച്ചർ എന്ന് പറയുന്നത് എൻട്രി ലെവലാണ്, ഇൻഫിനിറ്റ് വരുന്നത് പ്രീമിയം കാർഡ് സെക്ടറിലാണ്. എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന്റെ സിഗ്നേച്ചറിന്റെ ആനുവൽ ഫീസും ജോയിൻ ഫീസും പറയുന്നത് 500 രൂപയാണ്, മറ്റേത് 5000 രൂപയാണ് കേട്ടോ. അപ്പൊ നമ്മളൊന്ന് പറയുമ്പോൾ സിഗ്നേച്ചർ കാർഡിനെ കുറിച്ചാണ്. ഞാൻ എടുത്തേക്കുന്നത് സിഗ്നേച്ചർ കാർഡ് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ നോർമലി പ്രീമിയം കാർഡ്സുകളൊന്നും എടുക്കാറില്ല. എൻ്റെ ആകെ ഉള്ളത് ഇപ്പോൾ പ്രീമിയം കാർഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ. ബാക്കിയൊക്കെ ഞാൻ പ്രീമിയം കാർഡ് ഉണ്ട്, അത് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയായിരിക്കും നമുക്ക് പ്രീമിയം കാർഡിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അത്ര അധികം ഇപ്പോൾ ട്രാവലിംഗ് സംഭവമൊക്കെ വേണം. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും ഞാൻ ഓൾറെഡി ഇപ്പോൾ വർക്ക് ഫ്രം ഹോമിലാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ എന്താ പറയുക പെട്രോളിൻ്റെ സംഭവങ്ങൾ പോലും നമുക്ക് ഫ്യൂവൽ കാർഡ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഇതിന്റെ ആനുവൽ ഫീസും ജോയിൻ ഫീസ് വരുന്ന 500 രൂപ പ്ലസ് GST ആണ്. 30,000 രൂപ നമ്മൾ ആദ്യത്തെ കൊല്ലം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി അത് വേവ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു ഡീൽ തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയാം ഞാൻ നമ്മളെ വീഡിയോ പർപ്പസിന് വേണ്ടി നമ്മുടെ പുതിയ ചാനലിൽ നമ്മുടെ കുറേ ഫോണുകളുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, GHH വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. നമ്മളത് ന്യൂസുകളും സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കറണ്ടിൽ ഉപയോഗിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ iPhone 15ഉം Google Pixelഉം ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു എന്താ പറയുക, അവിടെ ഒരു OnePlus 11ഉം ഉണ്ട്. ഇതിപ്പോൾ ഞാൻ റീസെന്റ് എടുത്താണ്, OnePlus 11R, സോറി, ഇത് എടുത്താണ്. ഇപ്പോൾ ഇത് ഞാൻ ആക്ച്വലി എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ സാംസങ്ങിലേക്ക് മാറാൻ പോകാം. അപ്പോൾ നമ്മൾ വീഡിയോ പർപ്പസിന് കൊണ്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ഈ കാർഡ് ഉണ്ടെങ്കിൽ, സാംസങ്ങിന്റെ ആക്സസ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് 10% ക്യാഷ് ബാക്ക് ഡയറക്റ്റ് കിട്ടൂട്ടാ. അതൊരു ഭയങ്കര നല്ല ബെനിഫിറ്റ് ആണ്. നിങ്ങൾക്ക് സാംസങ്ങിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാലും ശരി, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാലും ശരി, ആമസോണിൽ നിന്ന് വാങ്ങിച്ചാലും ശരി, എവിടെ നിന്ന് വാങ്ങിച്ചാലും നമുക്ക് സാധനം കിട്ടും. അപ്പോൾ അതൊരു നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജോയിനിങ് ഗിഫ്റ്റ് നോക്കാം. നമുക്ക് 2500 ബോണസ് എഡ്ജ് റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ 3 ട്രാൻസാക്ഷൻ ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ, വെൽക്കം ബെനിഫിറ്റ് ആയിട്ട്. പിന്നെ റിവാർഡ് പോയിന്റ് ഓൺ സാംസങ് പർച്ചേസ് നോക്കി കഴിഞ്ഞാൽ 10% എഡ്ജ് റിവാർഡ് പോയിന്റ് ആണ്. റിവാർഡ് പോയിന്റ് ഓൺ അതർ സ്പെൻസ് നോക്കി കഴിഞ്ഞാൽ 2% എഡ്ജ് റിവാർഡ് പോയിന്റ് ആണ് കേട്ടോ. റിവാർഡ് റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 10 എഡ്ജ് റിവാർഡ് പോയിന്റ് ഓൺ എവരി 100 റുപ്പീസ് സ്പെൻഡ് ഓൺ പാർട്ട്നേർഡ് ബ്രാൻഡ്സുകളും, അതുപോലെ തന്നെ 5 എഡ്ജ് റിവാർഡ് പോയിന്റ് ഓൺ അതർ സ്പെൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ റിവാർഡ് റിഡംഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു എഡ്ജ് റിവാർഡ് പോയിന്റ് പറയുന്നത് 0.20 പൈസയാണ് കേട്ടോ വരിക. പിന്നെ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് മൂവി ടിക്കറ്റ് വരുന്നുണ്ട്. ബുക്ക് മൈ ഷോയിൽ 1 ഫ്രീ ടിക്കറ്റ് പെർ മന്ത് നമുക്ക് വരുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഡൈനിങ് ഡിസ്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഈസി ഡൈനറിൽ നമുക്ക് 100 റുപ്പീസ് ഓഫ് ഓൺ സ്പെൻഡ് ഓഫ് ₹2000 നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്റർനാഷണൽ സ്പെൻസർ നോക്കി കഴിഞ്ഞാൽ 2% എഡ്ജ് റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതും നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ട് ലോഞ്ച് ചെയ്ത് നമുക്ക് 4 കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് ലോഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട് എവരി ഇയർ. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇന്റർനാഷണൽ ലോഞ്ചസ് നമുക്ക് ഇതിൽ കിട്ടുന്നില്ല, പക്ഷേ ഫൈനൈറ്റ് കാർഡിൽ, ഇൻഫിനിറ്റി കാർഡിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. സ്പെൻഡ് ബൈ ബേസർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനുവൽ ഫീ ഓഫ് ദ കാർഡ് ഈസ് 500, വേവ്ഡ് ഓഫ് ഓൺ സ്പെൻഡിങ് 2 lakh ആണ്. അപ്പോൾ ഒരു നേരത്തെ മുകളിൽ എന്താ പറഞ്ഞിങ്ങനെ, അതെന്തോ ഇവർക്ക് ഞാൻ നോട്ട് ചെയ്താലാണോ അത് ഇവരുടെ സൈഡിൽ എന്തോ ഇഷ്യൂ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഞാനും വിചാരിച്ചു 30,000 ഭയങ്കര കുറവാണല്ലോ. ആക്സിസ് ബാങ്ക് സാധാരണ നല്ല ഹൈ സംഭവമൊക്കെ 2 ലക്ഷമാണ് കേട്ടോ. അതൊരു മിസ്റ്റേക്ക് വന്നതാണ്. പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് വരുന്നത് 3% ആണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3.6% ആണ് കേട്ടോ. ഫ്യൂൽ സർചാർജ് വേ ഓഫ് നമുക്ക് കിട്ടുന്നുണ്ട് 1%. അത് 400-ന്റെയും 4,000-ന്റെയും ഇടയിൽ അടിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ക്യാഷ് അഡ്വാൻസ് ചാർജ് നമുക്ക് 2% വരുന്നുണ്ട്. അതായത് ATM-ൽ നിങ്ങൾ കാർഡ് ഉപയോഗിച്ച് എടുക്കുമ്പോഴാണ് ഈ ചാർജ് വരിക കേട്ടോ.
പിന്നെ ബാക്കിയൊക്കെ നോർമൽ നമുക്ക് സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി കാർഡ് എടുക്കാതെ തന്നെ മെയിൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു പുതിയൊരു സാംസങ്ങിന്റെ ഫോൺ എടുക്കാൻ നോക്കുന്നുണ്ട് എക്സ്ചേഞ്ച് ഇതിൽ. ശരിക്കും ആക്ച്വലി ഞാൻ ഈ സാംസങ് വാച്ചൊക്കെ ഇപ്പോൾ ഈ റീസെന്റ് എടുത്തുള്ളൂ. അപ്പോൾ ഈ സാധനം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി 10% ഓഫർ കിട്ടിയാനെ. എന്തായാലും മിസ്സായി പറഞ്ഞിട്ട് തരില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ആക്സിസ് ബാങ്ക് സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് കാർഡ് ഇതുവരെ ഷിപ്പ് ആയിട്ടില്ല, ഈ ആഴ്ച കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ അവരെ വിളിച്ചു വെച്ചപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ ഷിപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഓൾറെഡി അപ്രൂവ് ആയിട്ട് 2 ദിവസം ആയിട്ടുണ്ട്. ഞാൻ അപ്രൂവൽ മെസ്സേജ് സംഭവമൊക്കെ കാണിച്ചു തരാം. സ്ക്രീൻഷോട്ട് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ഇപ്പോൾ എനിക്കത് ഓൾറെഡി അപ്രൂവൽ വന്നിട്ട് 2-3 ദിവസം ആയിട്ടാ. എവിടെ 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 ആക്സിസ് ബാങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ ഓൾറെഡി നമ്മുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഞാൻ മുമ്പ് കൊടുക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എപ്പോഴും കൊടുക്കാം. സംഭവം ഞാൻ കണ്ടുപിടിക്കണത് എവിടെയാണ് കുറേ മെസ്സേജസ് ഉണ്ടോളേ. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. അതാ ക്ലിയർ ആവുമോന്ന് അറിയില്ല, എന്നാലും നമുക്ക് ട്രൈ നോക്കാം. ഞാനത് എൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കുറയ്ക്കാം. ഇതാ കണ്ടോ, മെസ്സേജ് കണ്ടോ? യുവർ സാംസങ് ആക്സിസ് ബാങ്ക് സിഗ്നേച്ചർ ഗ്രാൻഡ് റെഫറൻസ് ഹാസ് ബീൻ അപ്രൂവ്ഡ്, കാർഡ് വിൽ ബി ഡെലിവേർഡ് ഇൻ എത്രയാ ഷോർട്ട്ലി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇതാ കണ്ടു കേട്ടോ. അപ്പോൾ ഇനി സ്ക്രീൻഷോട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ആക്ച്വലി മെസ്സേജ് വന്നത് നമുക്ക് സാറ്റർഡേ ആണ്, പക്ഷെ എനിക്ക് ഓൾറെഡി അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നത് ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് തിങ്കളാഴ്ച ആയില്ലേ. അപ്പോൾ ഓൾറെഡി 2 ദിവസമൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഷിപ്പായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് ഷിപ്പാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീട്ടിൽ കാണാം. ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്ത് നോക്കാൻ മറക്കണ്ട കേട്ടാ. ബൈ.